ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നോമ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇടാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ ജോലിയും പിന്നെ നോമ്പിൻ്റെ ക്ഷീണവും പിന്നെ ഓരോരോ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഇന്ന് ഞാനേ നോമ്പ് തുറയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ സാധാരണ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ച് ഇച്ചിരി ചീനിയുണ്ട്, ചീനി വേവിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇത് നമ്മുടെ ബീഫ് കറിക്ക്. ചീനി വേവിച്ച് ഇന്ന് ബീഫ് കറിയും വെച്ച് പിന്നെ കഞ്ഞിയും പയറും. ഇത് നമ്മുടെ പച്ചനെല്ലാണ് കേട്ടോ. ഇവിടെ പള്ളിയിൽ നിന്ന് മേടിക്കാൻ പോകാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞിയും പയറും ഒക്കെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഞ്ഞി വയ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പച്ചനെല്ല് കുത്തിയുണ്ടല്ലോ, അതിൻ്റെ അരിയാണ് കേട്ടോ ഇത്. അതാണ് ഞാനിന്ന് കഞ്ഞിക്കായിട്ടെടുക്കുന്നത് കേട്ടോ. നമ്മൾ പായസത്തിനൊക്കെ എടുക്കുമല്ലോ, അത് അരി തന്നെയാണ് കേട്ടോ. അത് വെച്ച് കഞ്ഞി ഉണ്ടാക്കും. സാധാ കഞ്ഞിയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ച് രീതിയിൽ അരച്ച് വയ്ക്കുന്ന അങ്ങനൊന്നുമല്ല. സാധാ കഞ്ഞിയും പയറ് പുഴുങ്ങി ചതച്ചിട്ടത് തോരൻ പോലെയും വയ്ക്കും. അതാണ് ഇന്ന് വയ്ക്കുന്നത്. ഇപ്പോഴും ഞാൻ അരി ഇങ്ങനെ കഞ്ഞിക്ക് വേണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട, ഇത്രയും മതി കേട്ടോ ഞങ്ങൾക്ക്. എനിക്കും ഹസ്ബൻഡും മാത്രം, ഞങ്ങൾ രണ്ടുപേരും ഇച്ചിരി കഞ്ഞി കുടിക്കത്തുള്ളൂ, മോൻ കുടിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അരിയിട്ട്, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. പിന്നെ ചീനി ഉണ്ടല്ലോ, അന്നേരം പിന്നെ ആവശ്യമില്ലല്ലോ തോനെയായിട്ട്. അതുകൊണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. കഞ്ഞിക്ക് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കഞ്ഞി അവിടെ റെഡി ആവട്ടെ, ബാക്കിയുള്ളത് നമുക്കപ്പോഴും നോക്കാം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ വയ്ക്കുന്ന കണക്ക് നാടൻ രീതി, സാധാ രീതി തന്നെ വയ്ക്കുന്ന, പ്രത്യേക രീതിയിലൊന്നുമല്ല നമ്മൾ ബീഫ് വയ്ക്കുന്നത്. ബീഫ് എല്ലാവരും വയ്ക്കുന്ന കണക്ക് സാധാ രീതിയിൽ തന്നെ. അപ്പോഴും നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. നമ്മുടെ ബീഫ് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ ഇങ്ങനെയൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ ആണെങ്കിൽ ഒരു ഇരുട്ട് പോലെ തോന്നും. വീഡിയോ എടുക്കുന്ന ലൈറ്റൊന്നും ഇല്ല, അതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മുടെ ചേരുവകൾ: തക്കാളിപ്പഴം, സവാള അരിഞ്ഞത്, നമ്മുടെ ചുമന്നുള്ളി ചതച്ചത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പ്. നമ്മുടെ കഞ്ഞിക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീനി അരപ്പിട്ട് വെച്ചേക്കുന്നു. ബീഫിനെ നമ്മൾ ഉലുവയിട്ട് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കാം. പിന്നെ നോയമ്പൊക്കെയല്ലേ, നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എളുപ്പം അങ്ങ് ഉള്ളൊരു കറിയാക്കാമെന്ന് വിചാരിച്ച്. ബീഫ് പെട്ടെന്നുള്ള കറിയാണ് കേട്ടോ. പെട്ടെന്ന് ജോലി എടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങണമെന്നുള്ളൊരിത്. ഭയങ്കര ചൂട്, അത് കാരണം നമുക്ക് അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇന്നിവിടെ അങ്ങനെ പൊരിപ്പൊന്നും പൊരിക്കാറില്ല കേട്ടോ. ഇവിടെ അടുത്തൊരു കടയുണ്ട് കേട്ടോ, അവിടെ നിന്ന് നമ്മൾ 2-3 എണ്ണം ആവശ്യത്തിന് മേടിക്കുകയുള്ളൂ. ഇവിടെ ആരും ഇല്ലെങ്കിൽ മാത്രം 2 കായം കാണാം. അത് ഓവറായിട്ടൊന്നും വേണ്ട, നമുക്ക് കുറച്ച് മതി. വീട്ടിൽ നോയമ്പ് മുറിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങൾ. പിന്നെ അവരൊക്കെ വന്നിട്ടൊക്കെയല്ലേ കഴിക്കുന്നത്. അവരും ഓവറായിട്ടൊന്നും കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും നോമ്പൊക്കെയാണോ, അങ്ങനെ പോകുന്ന നോമ്പൊക്കെ. നോമ്പുള്ളവർക്കൊക്കെ നല്ല ക്ഷീണമാണെന്നറിയാം. നമ്മുടെ കഞ്ഞി റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. പണ്ടുള്ളവർ പറയും കഞ്ഞി ഇങ്ങനെ കോരി ആക്കണം, എങ്കിലേ കഞ്ഞിക്കൊരു രുചിയൊക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഇവിടെ ഞാനും അങ്ങനെ ഒന്ന് കോരിയാറ്റിയാണ് കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ. ചീനി ഇത്രയും മതി കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും ചീനിയും മതി. ചീനി റെഡിയായി, ഇനി ബാക്കി കറിയൊക്കെ റെഡിയാവണം. ഉള്ളിയൊക്കെ കുറച്ച് വഴണ്ടൊക്കെ വരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫിനെ നമ്മൾ
റെഡിയാക്കി ഇനി നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ. മുന്തിരിങ്ങയുണ്ട്, ആപ്പിളുണ്ട്, നമ്മുടെ ഇത് മാതളം, പിന്നെ തണ്ണിമത്തങ്ങ, ഈത്തപ്പഴം. ഇത്രയും സാധനങ്ങളാണ് ഫ്രൂട്ട്സായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെനിക്ക് മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് 3 പേർക്കൂടെ ഉള്ളതാണ്. പിന്നെ ഇതിങ്ങനെ തന്നെ ഒരു പ്ലേറ്റിൽ തന്നെ എടുത്തേക്കുന്നത് എന്തിനാണെന്നറിയാമോ? എനിക്ക് പിന്നെ എല്ലാം കൂടെ കിടന്ന് നൊയമ്പ് മുറിച്ചിട്ട് കഴുകാനും എടുക്കാനും ഒന്നും വയ്യ കേട്ടോ. നമുക്ക് നൊയമ്പ് മുറിച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമൊക്കെ കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്ലേറ്റിലൊക്കെ വെച്ച് കാണിക്കാനും അതൊന്നും എനിക്ക് വയ്യ കേട്ടോ. അതുകൊണ്ടാണ് കാണുന്നവർക്ക് എന്തെങ്കിലും ഇതുണ്ടോയെന്ന് അറിയില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നും അറിയില്ല. എൻ്റെ മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചാലും ശരി തന്നെ, ഒരുപാട് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചാലും അതെല്ലാം വേസ്റ്റാവും. പിന്നെ പിറ്റേന്ന് നമുക്ക് നോമ്പാ, അങ്ങനെ നമ്മളധികം കഴിക്കത്തുമില്ല. അപ്പോഴ് ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ, നമുക്ക് ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏത്തപ്പഴവും നമ്മുടെ ഷമാമുണ്ടല്ലോ അതും പിന്നെ ആപ്പിളും. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പഞ്ചസാര ഉപയോഗിക്കത്തില്ല, ഇച്ചിരി തേനൂടെ ഒഴിച്ച് അടിച്ച് ജ്യൂസിനെടുക്കും. അതാണ് ജ്യൂസിനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ കേട്ടോ. ഇത്രയും മതി, ഇത് തന്നെ ധാരാളമാണ്. അൽഹംദുലില്ലാ. ഇതുകൂടെ ഞാൻ ഒരു ഗ്ലാസ് അടിക്കും. എന്താണെന്ന് വെച്ചാൽ മോനും ഇതിഷ്ടമാണ് കേട്ടോ. അവന് ജ്യൂസ് ഇഷ്ടം, വരുമ്പം 2 ഗ്ലാസ്സൊക്കെ കുടിക്കും. അപ്പോഴേ ഇത് തന്നെ ധാരാളം. അപ്പോഴേ ഇത് രണ്ടും കൂടെ അടിച്ച് വെക്കണം. ഇനി ആവുന്നതേ ഉള്ളൂ കേട്ടോ അടിക്കാൻ. നല്ല ജ്യൂസാണ്, ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞ് ഒരു ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അടിച്ചാലും ജ്യൂസിന് നല്ല ടേസ്റ്റൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോഴും അടിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ചിലപ്പം നാരങ്ങ വെള്ളം ആക്കും, ചിലപ്പം വേറെ എന്തെങ്കിലും ആക്കും. ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് മതിയെന്ന്. അപ്പോഴേ ഈ ജ്യൂസ് അടിക്കാം. ഇത് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം ഇങ്ങനെ അടിച്ചെടുക്കാൻ, എങ്കിലും ഇങ്ങനെ അടിച്ച് നല്ലപോലെ അരഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതിങ്ങനെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും ഐസ് ക്യൂബ് കൂടെ ഇട്ട് കൊടുക്കണം. ജ്യൂസ് അടിച്ച് കേട്ടോ. അതൊക്കെ അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുന്തിരി ജ്യൂസ്, പിന്നെ മുന്തിരിങ്ങ വേവിച്ച് നമ്മളിതുപോലെ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതുണ്ടായിരുന്നു, 2 കുപ്പി ഉണ്ടായിരുന്നു, തീർന്നിപ്പോൾ. ഇനി മുന്തിരിങ്ങ മേടിച്ച് അങ്ങനെ ആക്കി വയ്ക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് മുത്രയ്ക്ക് ഇത്രയൊക്കെ സാധനങ്ങളാണ്. ഇപ്പം നോമ്പ് മുറിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് ഇത്രയും. പിന്നെ കഴിക്കാൻ വേണ്ടിയുള്ളത് നമ്മുടെ കഞ്ഞി, പയറ്, ചീനി, ബീഫ് കറി, ഇത്രയാണ് കേട്ടോ. നോമ്പ് തുറ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇതങ്ങോട്ട് വെച്ച് പിന്നെ നമുക്കുള്ളത് പൊരിപ്പ് ഒരു ഉഴുന്നുവട, 2 സമൂസ ഉണ്ട് കേട്ടോ. അതാണ്. പിന്നെ നമ്മുടേത് ജ്യൂസ്, മുന്തിരി ജ്യൂസാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ജ്യൂസ്. പിന്നെ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ചെറുപയർ തോരനും, പിന്നെ അടുത്തത് കഞ്ഞിയാണ് കേട്ടോ. കഞ്ഞി, ചീനി വേവിച്ചത്, താരം വന്നിട്ടുണ്ട്, ബീഫ് കറിയും. അന്നേരം ഇന്നത്തെ നോമ്പ് തുറയ്ക്ക് ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. ഇതിൽ കൂടുതലൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ഫുഡ് മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ അന്നേരം ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, ഓക്കേ.